നമ്മളിന്ന് വേറൊരു വണ്ടിയായിട്ടാണ് പോകുന്നത്. നമ്മുടെ പഴയ സ്ഥലം നമ്മുടെ മല ഐഷറിൻ്റെ വണ്ടി. ഐഷറായിട്ട് നമ്മൾ പോകുന്നു. കയറട്ടെ. നമുക്കിനി ഇതൊക്കെ എന്നാക്കിയാൽ നോക്കാം. ഒന്നിനകത്ത് തന്നെ ഡോറ് തുറന്ന് രണ്ട് കാര്യമായിരിക്കും. രണ്ട് കാര്യമല്ലല്ലോ, രണ്ട് വണ്ടിക്ക് അകത്തേ ആയിരിക്കും. റിവേഴ്സിൻ്റെ മൂന്ന് കാലി. ഓക്കെ, സ്റ്റാർട്ട്. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആദ്യമേ തന്നെ ബ്ലോക്കാണെന്ന് തോന്നുന്നു. നമ്മളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ വെട്ടടിച്ച് പോവുകയാണ്. നമുക്കാരെയും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ആരെയും മൈൻഡ് ചെയ്യാറില്ല. നമ്മൾ ചവിട്ട് വിടുകയാണ്. ഇടയ്ക്ക് രണ്ട് ഹോണൊക്കെ അടിക്കാവുന്നതാണ് കേട്ടോ. അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കുക, സേഫായിട്ട് ഓടിക്കുക, സ്പീഡിലൊന്നും പോകണ്ട. ചേച്ചി ഒറ്റയ്ക്ക് പോകുന്നു. അയ്യോ, നമ്മുടെ വണ്ടി ഇടിക്കുന്നേ. ഓ ഭാഗ്യം, ഇടിച്ചില്ല. പോലീസ് വണ്ടി പോകുന്നു. അയ്യ, മാപ്പി തുടങ്ങി. നമ്മൾ കാട് വഴിയിലോട്ട് വന്നിട്ടോ. പയ്യപ്പോൾ ഇരുട്ടായതാണ്, എന്താണോ ഒന്നും മനസ്സിലാകുന്നല്ലോ. ഇരുട്ടല്ല. ഏത് ബസ് എടുക്കുന്നുണ്ടോ? KSRTC ആണല്ലോ. എന്ത് പറ്റിയ സൈഡ് എടുത്തേക്കാം. ഓ, ആളെ ഇറക്കാൻ വേണ്ടി എടുത്തായിരിക്കും. കാട്ടിലൊക്കെ ആയാലും ഇറങ്ങാനുണ്ടാവാ. ഉള്ളല്ലേ, റോബിൻ നല്ലൊരു സർവീസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റോബിൻ്റെ സർവീസ് കേട്ടോ. എൻ്റെ കട്ടപ്പനയൊക്കെ പോകും. നല്ല അടിപൊളി വണ്ടിയൊക്കെ ഉണ്ട്. പുതിയ വണ്ടികൾ അവരെടുത്തിട്ടുണ്ട്. നമ്മുടെ വണ്ടി കാര്യം പിടിക്കില്ല, നമുക്കറിയത്തില്ല കേട്ടോ. ലൈറ്റൊക്കെ ഇടാനുള്ള വണ്ടിയായിരുന്നേ. നമുക്കൊട്ടും കുറയ്ക്കണ്ട, ലൈറ്റൊക്കെ ഇട്ട് പോകല്ലേ. ഇവർ KSRTC പോകുന്നത്. ഇതെല്ലാം കൊണ്ടോടി ബോഡിയാണ്. KSRTC എല്ലാം കൊണ്ടോടി ബോഡിയാണ്. കാര്യത്തെ ഓട്ടയ്ക്കാൻ പാടില്ല, പക്ഷെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കയറി കുഴപ്പമില്ലാത്ത രീതിയിൽ വണ്ടി കയറി പോകുന്നുണ്ട്. ലോഡുകൊണ്ട് വീശിയെടുക്കുമ്പം അപ്പുറത്തല്ലെങ്കിൽ കയറി പോകുന്നത്. അടിച്ചില്ല. കരം കയറാനൊക്കെ പാടാണ്, നല്ല പാടാണ്. വലിമടുത്തു. കയറത്തില്ല. അയ്യ, അങ്ങ് കയറട്ടെ. നമ്മൾ വെട്ടിച്ച് കയറ്റുന്നതാണ്. അയ്യ, അങ്ങോട്ട് കയറുവാടാ കുട്ടേ. ഒരു വിധത്തിൽ കയറിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നു. നമ്മളുടെ കാലങ്ങാനും കുറച്ച് നമുക്ക് പരിപാടി നൽകിയിട്ടുണ്ടോ. ഫുള്ള് പവർ പോക്കുണ്ടോ കേട്ടോ. അയ്യോ, മറിഞ്ഞ് നമ്മുടെ വണ്ടി മറിഞ്ഞു. ചേട്ടാ, ഇതിപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ വണ്ടി മറിഞ്ഞു പോയല്ലോ. ചേട്ടാ, എന്തൊട്ടാണിപ്പോൾ ചെയ്യുക? നമ്മൾ
എവിടെയോ ഇറക്കത്തിൽ കൂടെ ഇറങ്ങിപ്പോകുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് വലിയ മനസ്സിലാകുന്നുണ്ടോ? എന്തായാലും നമുക്ക് വിട്ടേക്കാം. ഈ നമ്മൾ മുമ്പേ വന്ന സ്ഥലമാണല്ലോ. നമ്മുടെ ബ്ലോക്കാന്ന് തോന്നി കിടക്കുന്നുണ്ടോ? മണ്ടന്മാരെ, ഞാനവിടെ നിന്ന് പോടാ. അതല്ലല്ലോ. ഞാൻ വണ്ടി വേറൊരെണ്ണം വണ്ടി കേട്ടു. അതെ, നമ്മൾ പോന്നപ്പോൾ നേടില്ലേ അവനവിടെ കിടക്കും കേട്ടോ. നമ്മളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമുക്ക് ചെറിയൊരു തട്ടിൽ മുട്ടിലൊക്കെ വന്നിട്ടുണ്ട്. അച്ഛനെ കയറിപ്പോ കയറിപ്പോ. കയറിപ്പൊക്കെ. അതിൽ കൊടുത്ത് പോവാങ്ങോട്ടെ. എന്തുവാ താമസം. പൊക്കരോട് ഫോണൊക്കെ അടിച്ച് വണ്ടിയൊക്കെ കിടക്കാനല്ലേ. അങ്ങനെയൊക്കെ എണ്ണീ തിരിച്ചൊക്കെ എണ്ണീ. ഫോണൊക്കെ ചുമ്മാ വെച്ചോണ്ട് നമുക്ക് കാര്യമൊന്നുമില്ല കേട്ടോ. മഴയൊന്നും പെയ്തില്ലല്ലോ. അങ്ങനെ കൊടുക്കുക അങ്ങോട്ട് കിട ആരപ്പി നമുക്ക് കയറട്ടെ. അങ്ങനെ പോട്ടെ അങ്ങോട്ട് പോട്ടെ. എന്താണ് ഭയങ്കര സ്ലോ ചെയ്യണം കേട്ടോ. വണ്ടിക്കൊരു മരുവില്ല. നമ്മൾ ലോഡിരിക്കുന്നതുകൊണ്ടാണേ. അങ്ങനെ പോട്ടെ കൊണ്ട് കയറിട്ട് അങ്ങ് കാല് കൊടുക്കണ്ടേ. വളവും തിരുമൊക്കെ ഇങ്ങ് വരാനുള്ളതാണല്ലോ. ഇങ്ങോട്ട് പോട്ടെ. എണ്ണയൊക്കെ കുറവുണ്ട്, കുഴപ്പമില്ല, നമുക്കത് പഠിക്കാൻ പറ്റും. എന്ത് പാടാണ് കയറി പോകാനായിട്ട്. താഴെ ലൈറ്റൊക്കെ ഉണ്ടോ? പോട്ടെ. അടുത്ത കയറ്റോ വരുന്നത് എന്തുവാണോ? അതൊക്കെ കയറി പോവോ? പോട്ടെ. അങ്ങനെ പോട്ടെ. വണ്ണമൊക്കെയാണ് വളച്ചം കിടക്ക. പോട്ടെ. ഇങ്ങനെ കയറി വണ്ണ കുട്ട. എന്താണ് പമ്മലൊന്നും വേണ്ട കേട്ടോ. നമ്മൾ പൊള്ളിയാണ്. നമ്മളിടയ്ക്കൊന്നൊരു ചായ കുടിക്കാൻ പോകുന്ന കേട്ടോ. ചുമ്മാ നമ്മൾ ജസ്റ്റ് ഒന്ന് നിർത്തി കഴിഞ്ഞപ്പോൾ എന്ത് ബ്ലോക്കാണ് വന്നത് അല്ലേ. പക്ഷെ നമ്മളിങ്ങനെ റോട്ടിൽ നിർത്തിയിട്ട് ഇങ്ങനെ പോകാൻ പാടില്ല. നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. അയ്യോ അതിനിപ്പോൾ നല്ല വളവാണ്. ലോഡൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ നല്ല ഗിയറ വേണമെങ്കിൽ ഇപ്പോൾ ചില ന്യൂട്രലാക്കി ബ്രേക്ക് ചവിട്ടി പിടിച്ച് പോകുന്നവരുണ്ട്. അങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ. ഇറക്കാകുമ്പോഴത്തേക്കും നമ്മുടെ ബ്രേക്കിൻ്റെ അത് മുഴുവൻ പോയി, തേഞ്ഞ് പോയി, ചൂട് അടിച്ച് ട്രമ്മ ചൂട് കൂടി ഡിസ്ക് പോയി, പല കംപ്ലൈൻറ്റ്, ബ്രേക്ക് കിട്ടാതെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. നമ്മളതൊന്നും ചെയ്യരുത്. നമ്മൾ ഗിയറേ വേണം വണ്ടി ഇറങ്ങാനായിട്ട്. ഇത് ഗിയറെ കയറുന്നു, ആ ഗിയറെ ഇറങ്ങണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഇവിടെ ആരും ചെയ്യാറില്ല. എന്നാൽ പോലും ഗിയറയിൽ ഇറങ്ങുക. വണ്ടി ഒത്തിരി ഓടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പേശി എടുക്കുമ്പം സ്പീഡ് കൂടുന്നതിനനുസരിച്ച് കിട്ടത്തില്ല. വണ്ടി മറിയാൻ സാധ്യതയുണ്ട്. നമ്മുടെ വണ്ടി മുമ്പിൽ മറിഞ്ഞതാണ്. ശരിക്കും നമ്മൾ റെയിലായിട്ട് വണ്ടി ഓടിക്കുന്നവരൊക്കെ സംഭവം കഴിവുണ്ടല്ലേ. നമ്മുടെ കൺട്രോൾ പോകുന്നുണ്ടല്ലേ. ശരിക്കും നമ്മുടെ കൺട്രോൾ പോകുന്നു ഉണ്ടോ? ഇവിടെ എന്ത് പറ്റി ഉണ്ടോ? ഇത് ഒഴിച്ച് വന്നടിച്ചാൽ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലേ കിടക്കുന്ന റാണി പത്തനംതിട്ട റോബിൻ നമുക്കിടെ കിട്ടിയതാണ്. ഒന്നും നോക്കാമെന്നില്ല. എങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി ചെറിയ തട്ടുകളും മുട്ടുകളൊക്കെ ഉണ്ടാവും. അതൊന്നും വിഷയമില്ല കേട്ടോ. നമ്മൾ സേഫായിട്ട് ഓടിക്കുക, അത്രയൊക്കെ പറയാനുണ്ടോ? നല്ല നീണ്ടു തുറന്ന വണ്ടി. മഴ ചെയ്താൽ നമുക്ക് വൈപ്പറൊക്കെ ഇടുക, നമുക്ക് പിടിച്ച് പോവുക. പണ്ടത്തെ വണ്ടിയൊക്കെയാണ് നമ്മളെ എടുത്തെടുത്ത് ഏറെ വിട്ട് ചവിട്ടുന്നത്. ഇപ്പോഴത്തെ ABS ഒക്കെ പുതിയ സിസ്റ്റമൊക്കെ വന്നുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒന്നും മെഷീനാണ്. നമുക്കങ്ങനെ ചവിട്ടിയാൽ മതി, അവിടെ വർക്കായിക്കോളും. വലിയ വണ്ടി ബൂസ്റ്ററും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ
ആ ചവിട്ടി തന്നെ എടുത്ത് ചവിട്ടിക്കോളും. അങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ. നമുക്കങ്ങനെ കൂടുതലറിയില്ല. നല്ല എൻ്റെ ഒരു നിഗമനം വെച്ച് അങ്ങനെയാണ്. ഈ ചെറിയൊരു അശ്രദ്ധ വരെ നമുക്ക് വലിയ അപകടങ്ങളുണ്ടോ വീശിടുന്നുണ്ടോ. കാല് കൊടുക്കണം, നമുക്കത് വീശി കിട്ടത്തില്ല, നമ്മുടെ ലെവലിൽ നിൽക്കത്തില്ല. കാല് കൊടുക്കാത്തതുകൊണ്ടാണ് ഇപ്പം അങ്ങനെ അവിടെ നിന്നത്. നമ്മളതൊക്കെ നോക്കി ഇവിടെ ഓടിക്കുക, വണ്ടിയെപ്പോഴും ശ്രദ്ധയോടെ ഓടിക്കുക. ഈ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് അടിച്ചു വീട്ടി പോകാനൊന്നും പറ്റില്ല. ചവിട്ടിയ വണ്ടി നിൽക്കത്തില്ല, പാടിപ്പോകും. നമുക്ക് നമ്മളെ കാണിച്ചു തരാൻ പറ്റുന്ന തരത്തില്ല കേട്ടോ. ഒന്ന് നോക്കാം, ഇതിന് വണ്ടി കയറി വരുന്നുണ്ടോ. തുടങ്ങിയപ്പോഴേ ആണോ പിന്നെ വെട്ടടിച്ച് പോകുന്നത്. മഴയെല്ലാം കുറഞ്ഞു, നമുക്ക് വൈപ്പറൊക്കെ നിർത്തിയാൽ നമുക്ക് അകത്ത് കയറിയിരിക്കാം കുറച്ച് നേരം അല്ലേ. സെറ്റൊക്കെ ഉണ്ടല്ലോ. സാരിതീവ് നമുക്ക് അവൻ്റെ ഒന്ന് പിടിച്ചേക്കാം. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, നമുക്കൊന്നും പിടിച്ചേക്കാനെ അങ്ങനെ വേണ്ട. ഈ വണ്ടിയുടെ നമുക്ക് കയറി പോട്ടോ. ചില വണ്ടിയുടെ നമുക്ക് കാൽക്കുലേഷൻ കാണാൻ പറയാം, കയറി പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന്. പക്ഷെ എന്നാലും നമുക്ക് ചിലത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ചില നല്ല ഹൈവേകളൊക്കെയാണ്, നമ്മളിപ്പം ഒരു സൈഡിൽ നിന്ന് പോക്കറ്റ് ഓടി നിന്ന് കയറുവാണെങ്കിൽ അവൻ അവിടെയല്ലേ എന്ന് ഓർക്കും. പക്ഷേ നല്ല ഹൈവേ ഒക്കെ ആണെങ്കിൽ പക്ഷേ നമ്മൾ ഇപ്പുറത്തെ സൈഡ് നോക്കി വരുമ്പോഴത്തേക്കും മച്ചാൻ നമ്മുടെ അടുത്തെത്തിയിരിക്കും. അതൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ 3 പ്രാവശ്യം 4 പ്രാവശ്യമൊക്കെ നോക്കിയിട്ട് വേണം അങ്ങനെയുള്ള റോഡുകളിൽ നിന്നൊക്കെ കയറാനായിട്ട്. അതപ്പോൾ ഒരു പോക്കറ്റ് ഓടി നോക്കി കഴിഞ്ഞാൽ ഒരു വണ്ടി സ്ഥലത്ത് നമുക്ക് വലത്തോട്ടാണ് പോകുന്നെങ്കിൽ എന്താ പറയുന്നത്, വലതുവശം ഫസ്റ്റ് നോക്കി, സെക്കൻഡ് ഇടതുവശം നോക്കി, പിന്നെ വലതുവശം നോക്കി, പിന്നെ ഒരു ഇടതുവശം കൂടെ നോക്കിയിട്ടേ വേണമെങ്കിൽ എടുക്കാവുള്ളൂ. അതായിരിക്കും ഒന്നുകൂടെ സേഫ്. ഞാനങ്ങനെ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഓരോരുത്തർ ഇഷ്ടമായിരിക്കും, പക്ഷെ എന്നാലും നമ്മുടെ അത്രയും നോക്കിയെടുക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ്. ശരിക്കും അങ്ങനെ ആരും നോക്കാറില്ലേ. ഇപ്പം ഞാനാണെങ്കിൽ വണ്ടി ഓടിച്ച് പോകുമ്പോഴാണെങ്കിൽ തന്നെ ഓരോരുത്തരെന്നെ വന്ന് നേരെ വീശിയൊക്കെ എടുക്കുന്നു. ഇപ്പോൾ വണ്ടി വന്ന് തട്ടി എങ്ങനെയൊക്കെയോ ആരുടെയൊക്കെയോ കാറിനെയും കൂടെ പോകുന്നതെന്ന് വേണേൽ പറയാം. നോക്കാറില്ല, ചുമ്മാ വന്ന് വീശി. ബൈക്കിൽ പോകുന്നവരാണേ, പിന്നെയുള്ള ഓട്ടക്കാർ അവർ പിന്നെ നോക്കാറേയില്ല. അവർ വന്നൊരു വളച്ചൊരു തിരിച്ചങ്ങ് പോകത്തേ ഉള്ളൂ. അയ്യോ എന്ത് ചെയ്യാനാ. അതാണ് നമ്മുടെ ഒരു കൂട്ടുകാരൻ പണ്ട് പഠിച്ച ഈ പെണ്ണ് ഓട്ടോറിക്ഷ എപ്പോൾ വളയുമെന്ന് പറയാൻ പറ്റത്തില്ല. അതൊരു കണക്കിന് ശരിയാട്ടോ. പെണ്ണ് ഓട്ടോറിക്ഷ എപ്പോൾ വളയ്ക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്താല്ലേ ചുമ്മാ ഓരോരോരോ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സമയം അല്ലാണ്ടല്ല, നല്ല സമയമാണ്, നല്ല സമയം. നമ്മളെ സൂക്ഷിച്ചും കണ്ടൊക്കെ വണ്ടി ഓടിക്കുക. അതായത് നമ്മുടെ ഈ ഐശ്വര്യക്കോട്ട ഏതായാലും നമ്മുടെ മറ്റേ ഹെയർ പിന് വളവും കയറ്റവും എല്ലാം മച്ചാൻ കയറിങ്ങി പോകുന്നു അല്ലേ. എന്താല്ലേ അതൊന്നും പറയാനില്ല. ലോഡ് കുറവുണ്ടേ. നമ്മൾ മറ്റേ കണ്ടെയ്നറായിട്ടൊക്കെ പോയപ്പോൾ നല്ല ഓടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് പോലെ അത് നമ്മുടെ ടോറസൊക്കെ സി എന്ന് പറഞ്ഞൊരു ഇതുപോലൊരു ഓപ്ഷൻ ഉള്ള ഗിയർ. സി ഇട്ട് കഴിഞ്ഞാൽ ഏത് കയറ്റവും ആക്സിലേറ്റർ പോലും കൊടുക്കണ്ട. അങ്ങനെയാണ് എൻ്റെ ഒരു അറിവ്. സാധനം നേരെ കയറിപ്പോൾ നമ്മുടെ ടോറസ് ഹെവി വെഹിക്കിൾ, അതായത് ഭാരത് ബെൻസിൻ്റെയാണ് സി എന്ന് പറയുന്നത്. സി ഗിയറാണ് ഉള്ളത്. മറ്റേ ലൈലാൻഡിൻ്റെ ഗിയറാണെന്ന് എനിക്കറിയില്ല. ഭാരത് ബെൻസിൻ്റെ സി ഗിയർ എന്നാണ് പറയുന്നത്. നമ്മൾ കൺട്രോൾ പോകും, അങ്ങനത്തെ സ്പീഡ് കൊണ്ടാണോ ഇതൊക്കെ തന്നെ. നമ്മളിതൊക്കെ സൂക്ഷിച്ചുകൊണ്ട് ഓടിക്കുക. വാഹനം ഓടിക്കുമ്പോൾ ഫോൺ ചെയ്യാതിരിക്കുക. എന്താ ചെയ്യുക, ശ്രദ്ധ തെറ്റുന്നതൊന്നും നമ്മൾ ചെയ്യാണ്ടിരിക്കുക. അതേ ഇപ്പോൾ പറയാനുള്ളൂ. അല്ലാണ്ടിപ്പം പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നല്ല സ്പീഡിലാണ് കേട്ടോ. അപ്പോൾ പല സ്ഥലത്തും പല സ്പീഡിലൊക്കെ പോകേണ്ട വഴിയുണ്ട്. പിന്നെ നമ്മൾ ഈ വലിയ വണ്ടിയൊക്കെ ഓടിച്ചിട്ട് പോകുമ്പോൾ ചെറു വണ്ടിക്കാരൊക്കെ ഒന്ന് മാറി തരിക. ഇതിപ്പോൾ ഒരു എന്താ പറയുക, നമ്മളിങ്ങനെ പൊക്കൊണ്ട് ചെറിയ വണ്ടിക്കാരൊക്കെ ബൈക്കുകാരൊക്കെ ഫ്രണ്ട് നിൽക്കും. വലിയ വണ്ടിക്കാർക്ക് നമുക്കൊന്നും ഓവർടേക്ക് ചെയ്യാനൊന്നും പറ്റിയില്ല. അവരോർക്ക് ഇപ്പം തന്നെ കയറി പോകാത്തതെന്നൊക്കെ ഓർക്കും.
നമ്മളൊരു വലിയ വണ്ടി ഓടിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. ഈ ചെറിയ വണ്ടി തന്നെ അവർക്ക് അത് അറിയുന്നതിനെ പറ്റി അറിയത്തില്ല. നമുക്ക് അതിനെപ്പറ്റിയുള്ള ബുദ്ധിമുട്ടെടുത്തിട്ട് ഈ വണ്ടിയുടെ വലിപ്പം കാരണം നമുക്ക് കയറി പോകത്തില്ലെന്ന്. പക്ഷെ അത് അവർക്കത് അറിയാനും പറ്റിയില്ല. അതൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യാനാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് അവനങ്ങനെയൊക്കെ ചെയ്യുന്നത്. അറിയാവുന്നവരാണ് അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല. ഈ ഹെവി വെഹിക്കിൾ ഓടിക്കുന്ന ഒരു വണ്ടിയൊക്കെ ഓടിക്കുന്നത് കാണാൻ അറിയാം. അവർ ഈ സൈഡ് ചേർന്ന് ഇടതുവശമൊക്കെ ചേർന്നായിരിക്കും അവർ പോകുന്നത്. അവരെന്ത് വണ്ടി ഉണ്ടായാലും കാര്യം അവർക്കറിയാം മറ്റു വണ്ടിക്കാർ നിൽക്കുന്നതാണ്. നമ്മൾ കാരണം പുറകെ വന്നിരിക്കും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാൻ വേണ്ടി അവർ എനിക്കറിയാവുന്നവരൊക്കെ അങ്ങനെയൊക്കെ കേട്ടോ. എല്ലാവരും നമുക്ക് അറിയുന്നവരൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ. എൻ്റെയൊക്കെ പരിചയത്തിലുള്ള ഡ്രൈവർമാരൊക്കെ ഉണ്ട്, ചേട്ടന്മാരൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ പറഞ്ഞു തരും. ഇപ്പം നമ്മൾ എല്ലാം അറിഞ്ഞിട്ടുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ. പിന്നെ ഇപ്പം അങ്ങനെയൊക്കെ റോഡ് ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും ഒക്കെ അവർ നമ്മളെ വണ്ടി നിർത്തി കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ പ്രായമായവരോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നിന്നിട്ട് ഹോൺ അടിക്കാതിരിക്കുക. കാര്യം അവർ പേടിച്ച് മാറും. അവരെങ്ങോട്ടാണ് പേടിച്ച് മാറുന്നതെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ കാരണന്മാരൊക്കെ ഉണ്ടായിരിക്കും, കാരണന്മാരൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ കാരണന്മാരൊക്കെ അറിയാം. അപ്പോൾ അവർ നമുക്ക് എങ്ങോട്ട് മാറുമെന്നോ അങ്ങനെയൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഫ്രണ്ടിലോട്ട് മാറുമോ പുറകോട്ട് മാറുമോ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മളവരെ എന്ത് ചെയ്യുക, പേടിപ്പിക്കാതിരിക്കുക. ഫോൺ അടിച്ച് പേടിപ്പിക്കാതിരിക്കുക. അവരത് സമയമനുസരിച്ച് അവർ നടന്നങ്ങ് മാറിക്കുക. പിന്നെ കുറച്ച് പേരുണ്ട് ചില ഈ ഫോൺ പിടിച്ച് നടക്കുന്നത്. അവരെ പറഞ്ഞിട്ട് ഒരു കാര്യം അവർ ഫോൺ ചെവിക്കകത്തും വെച്ച് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുന്നത്, അവർക്കൊന്നും പറ്റത്തില്ല. ഒന്നും കേൾക്കത്തുമില്ല, ഒന്നുമില്ല. വണ്ടി വന്നപ്പോലും അറിയത്തില്ല. അല്ലേ, എന്ത് ചെയ്യുക? അങ്ങനെയുള്ളവരൊക്കെ എന്ത് ചെയ്യുക? ഫോൺ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഫോൺ വിളിച്ചുകൊണ്ട് പോകുന്നത്. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ എങ്കിലും ഫോണൊന്നെടുത്ത് താഴെ വെച്ചിട്ട് ഇവരൊക്കെ പോകണമെന്ന് നല്ലതായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യാറില്ല. എന്ത് ചെയ്യാനാണ് നോക്കണേ. എല്ലാവർക്കും തിരക്കാം, എല്ലാ മനുഷ്യർക്കും തിരക്കാം. പക്ഷേ പറഞ്ഞിട്ടൊരു കാര്യമില്ല. നമ്മൾ ഇതൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. എന്താ ചെയ്യാനാണോ? പണ്ടൊക്കെ ആയിരുന്നു, നമ്മുടെ കാലത്ത് മൊബൈൽ പോലും ഒന്നും ഇല്ലായിരുന്നു. ഉണ്ടോ എന്ത് ചെയ്യാൻ? അതാ വളവിനിങ്ങനെ ഓട്ടിക്കലെന്ന് അറിയാവുന്ന കാര്യമില്ല. വളവിനെ ഓട്ടിക്കത് വെറുതെ ഇങ്ങനെ അപകടം ഉണ്ടാവുക. പെട്രോളും വണ്ടിയോ ഒരിക്കലും ഭയങ്കര സേഫ്റ്റി ആയിട്ട് പോകേണ്ട വണ്ടിയാണ് ഇവർക്ക്. പിന്നെ 3 മാസമോ 6 മാസമോ 6 മാസമോ കൂടുമ്പോൾ ഇവർക്ക് അതിൻ്റെ സേഫ്റ്റിയുടെ ക്ലാസ്സും ഒക്കെ ഉള്ള എന്ത് വളവാണ്. എന്നിട്ട് ആയമാതിരി ഇടയ്ക്കൊക്കെ കയറി വളവിന് ഇപ്പം കുറേ കയറി മാറിയൊക്കെ വരുന്നുണ്ട്. ട്രാഫിക്കിൽ നിന്നവരൊക്കെ ഇടയ്ക്ക് കയറി പോകുന്ന പരിപാടിയൊക്കെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കറക്റ്റ് ലൈനായിട്ടൊക്കെ ഇത് കയറ്റമാണല്ലോ നിന്ന് ഞാൻ അങ്ങനെ കാണുന്നുണ്ട്. ഇപ്പം വെള്ളിമൂങ്ങല്ലേ പോയത്. നേരത്തെ അല്ല കുറച്ച് പ്രൈവറ്റ് ബസ് അവർ കുറച്ച് പേര് ഇങ്ങനെ റോങ് ആയിട്ട് ലൈനൊന്നും നിൽക്കാണ്ട് ട്രാഫിക് റൂൾസ് ഒന്നും നോക്കാണ്ട് അവർ പോകുന്നുണ്ട് കുറേ പേര്. ബാക്കിയുള്ള എല്ലാവരും പക്കയാണ്. എല്ലാവരും കറക്റ്റായിട്ട് നിന്നിട്ട് അവർ അങ്ങനെ പോകാറുണ്ട്. അത് നല്ല രസമാണ് കാണാൻ. ലൈനൊക്കെ ഒരു ലൈൻ ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ ഇട്ടിട്ട് മറ്റു വണ്ടിയെല്ലാം വരിയായിട്ട് കിടക്കുന്നത് കാണാൻ. കയറിപ്പോടെ
അവൻ നല്ല രസമാണ് കേട്ടോ, പറയേണ്ട ഇല്ല. നമ്മുടെ നാടല്ലേ, ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളെ ചാനലോട് ഇങ്ങോട്ട് കയറും കേട്ടോ. ഇന്നത്തെ പരിപാടി, ഇന്നത്തെ ദൗത്യം നമ്മളിങ്ങനെ തീർന്നിരിക്കുകയാണ്. അവിടെ കൊണ്ട് വണ്ടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഷിറ്റ് നമ്മുടെ വണ്ടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തോന്നും. ഇതേ വണ്ണസ് വരുന്നു, വണ്ണസ്. പുറകെ നിന്നൊക്കെ ചാടി ഇറങ്ങി എൻ്റെ തേമ എന്ത്. ഓക്കേ.